നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ മൂത്ത മകൻ രാഹുൽ ദാസിനും സുധിയുടെ കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രേണു സുധി നൽകിയ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വരികയും ചെയ്തിരുന്നത്. അതേ ദിവസം തന്നെ കിച്ചുവിന്റെ ഒരു പോഡ്കാസ്റ്റും പുറത്തു വന്നിരുന്നു. അച്ഛൻസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് കിച്ചുവിന്റെ പോഡ്കാസ്റ്റ് സ്ട്രീം ചെയ്തിരുന്നത്. അച്ഛൻ കൊല്ലം സുധിക്ക് ഒപ്പമുള്ള ഓർമ്മകളും കൂട്ടുകാരെ കുറിച്ചും ഭാവി പ്ലാനുകളെ കുറിച്ചും അടുത്തിടെ ആരംഭിച്ച സ്വന്തം ബിസിനസ്സായ ക്ലോത്തിംഗ് ബ്രാൻഡിനെ കുറിച്ചുമെല്ലാമാണ് പോഡ്കാസ്റ്റിൽ കിച്ചു സംസാരിച്ചിരുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലോ പരിഹസിക്കുന്നതോ അപമാനിക്കുന്നതോ ആയ തരത്തിലോ യാതൊരു വിധത്തിലുമുള്ള പ്രസ്താവനകളും കിച്ചു നടത്തിയിരുന്നുമില്ല. അതിനാൽ തന്നെ പോഡ്കാസ്റ്റ് വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് നേരെ വിപരീതമായിരുന്നു രേണു സുധി നൽകിയ അഭിമുഖം. കൊല്ലം സുധിയുടെ അമ്മയെയും മറ്റു ബന്ധുക്കളെയും കിച്ചുവിനെയും അടക്കം കുറ്റപ്പെടുത്തിയായിരുന്നു രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങിയ അഭിമുഖത്തിൽ ഉടനീളം രേണു സംസാരിച്ചിരുന്നത്. സുധിയുടെ കുടുംബം താൻ അസുഖബാധിതയായ ശേഷം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നും താനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാർക്ക് ചോർത്തി നൽകിയത് കിച്ചു പണം വാങ്ങി മേടിച്ചാണ് എന്ന തരത്തിലുള്ളതായിരുന്നു രേണുവിന്റെ ആരോപണങ്ങളെല്ലാം. അഭിമുഖത്തിൽ അവതാരക കിച്ചുവിന് അപമാനമാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും രേണു അതിനെ തടയുവാനും ശ്രമിച്ചിട്ടുമില്ല. അമ്മയുടെയും വളർത്തുമകന്റെയും അഭിമുഖങ്ങൾ മണിക്കൂറുകൾക്കിടെ വ്യത്യാസത്തിൽ മാത്രമാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ രണ്ട് അഭിമുഖങ്ങളും പൂർണ്ണമായും കണ്ടവർ കുറിച്ച പ്രതികരണങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. 21കാരനായ കിച്ചുവിനുള്ള പക്വത പോലും ഒരു അംശം പോലും 34കാരിയായ രേണുവിൽ കണ്ടില്ല എന്നും കിച്ചുവിനെയും സുധിയെയും കുടുംബത്തെയും മനഃപൂർവ്വം കരിവാരി തേക്കുവാനുള്ള അവസരമായ രേണു അഭിമുഖത്തെ ഉപയോഗപ്പെടുത്തി എന്ന് തോന്നുന്നു എന്നുമാണ് ഏറെ പേരും കുറിച്ചിരിക്കുന്നത്. കുറച്ചു നാളുകളായി രേണുവിനെ എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു. എന്നാൽ രേണുവിന് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. ആരും കുറച്ചുനാൾ ശ്രദ്ധ കാര്യമായി കൊടുക്കാതിരുന്നാൽ നിർത്തിക്കോളും. ഇത്രയും വിഷം തുപ്പിയത് പിന്നെ പോയി പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? കിച്ചു ബിഗ് ബോസിൽ പോകുമെന്ന് അറിഞ്ഞപ്പോഴുള്ള രേണുവിന്റെ ടെൻഷന്റെ ഭാഗമാണ് ഇപ്പോഴുള്ള ഈ കാട്ടിക്കൂട്ടുകലുകളൊക്കെ. കിച്ചു രേണുവിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ലോകത്ത് ഒരു അമ്മയും മക്കൾ എത്ര തെറ്റ് ചെയ്താലും ഒരിക്കലും സമൂഹത്തിന് പിച്ച് ചീന്തുവാൻ അവരെ വിട്ടുകൊടുക്കുകയില്ല. രേണു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് കിച്ചു വളർത്തുമകൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ നൊന്ത് പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നുമായിരുന്നു രേണുവിന്റെ പുതിയ അഭിമുഖത്തെ വിമർശിക്കുന്നവർ കുറിക്കുന്നത്. കിച്ചു കൊടുത്തതാണ് ഇന്റർവ്യൂ, അല്ലാതെ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി സ്വയം ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് മീഡിയക്കാരെ കൊണ്ട് ചോദിപ്പിച്ചതല്ല. നാണം കെടുത്താവുന്നതിന്റെ മാക്സിമം രേണു സുധിയെയും അവരുടെ കുടുംബത്തെയും മകനെയും നാണം കെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തു നിന്ന് പുറത്തു വന്ന ശേഷമാണ് കിച്ചു ഒന്ന് ചിരിച്ചു തുടങ്ങിയത്. മകന്റെ സന്തോഷത്തിനും അവനെ നോക്കുന്നതിനും വേണ്ടി സുധി പിന്നെയും കല്യാണമൊക്കെ കഴിച്ചതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ സുധിയുടെ കൂടെ കൂടിയവരൊക്കെ വെറും പാഴായിപ്പോയി. അച്ഛനും മോനും ഒറ്റയ്ക്ക് മതിയായിരുന്നു എന്നിങ്ങനെയാണ് രേണുവിനെയും കിച്ചുവിന്റെയും അഭിമുഖങ്ങളെ വിലയിരുത്തി ആളുകൾ കുറിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് വിശ്രമത്തിലാണ് രേണു സുധി ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു കൊല്ലം സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങളായ ട്രോഫികൾ രേണുവും കുടുംബവും അലക്ഷ്യമായി കട്ടിലിന് അടിയിൽ വെച്ചിരിക്കുന്നു എന്നത്. സുധിയുടെ മകൻ കിച്ചുവിന്റെ വ്ലോഗിലൂടെയാണ് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. അന്ന് അതിന്റെ പേരിൽ രേണുവും കുടുംബത്തിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. തങ്ങളെ ഉപദ്രവിക്കുവാൻ കിച്ചു മനഃപൂർവ്വം വ്ലോഗിൽ ആ വീഡിയോ ഉൾപ്പെടുത്തിയതാണെന്ന് കഴിഞ്ഞ ദിവസം ചിലർ വഴി തങ്ങൾ അറിഞ്ഞു എന്നാണ് ഇപ്പോൾ രേണുവിന്റെ സഹോദരി പറയുന്നത്. അത് കേട്ടപ്പോൾ കിച്ചു അങ്ങനെ ഒരു ആളായിരുന്നു എന്ന് തോന്നിപ്പോയെന്നും രമ്യ മൂവി വേൾഡിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. മോനെ പോലെയാണ് കിച്ചുവിനെ കണ്ടതും സ്നേഹിച്ചത്. പിന്നെ എന്തുകൊണ്ട് അവൻ ഇപ്പോൾ ഇങ്ങനെ മാറിയെന്ന് അറിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. ഒരു കുഴപ്പവുമില്ലാതെ സുദിനത്തിൽ വരികയും ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന കുട്ടിയാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് മാറിയെന്ന് അറിയില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. മക്കളെ 4 പേരെയും ഒരുപോലെയാണ് ഞങ്ങൾ സ്നേഹിച്ചിരുന്നത്. സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിലിന് അടിയിൽ ഇട്ടുവെന്ന വിവാദങ്ങൾ ഞങ്ങൾക്ക് മനഃപൂർവ്വം പണി തരുവാൻ വേണ്ടി അവൻ ചെയ്തതാണെന്ന് ആദ്യം ഞങ്ങൾ കരുതിയിരുന്നില്ല. സുധിച്ചേട്ടന്റെ ട്രോഫികൾ വെക്കുവാൻ സുധിനിലയത്തിൽ ഷെൽഫില്ല. പിള്ളേരെ ഇതൊക്കെ കണ്ടാൽ എടുത്ത് കളിക്കും. അതിനാലാണ് അത് എടുത്ത് കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചത്. ആ സമയത്താണ് കിച്ചു വന്ന്
വന്ന് വീഡിയോ എടുത്തത്. ആ വീഡിയോ അവൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കിച്ചു ശ്രദ്ധിക്കാതെ ഇട്ടതാകും എന്നതാണ് ഞങ്ങൾ കരുതിയത്. കഴിഞ്ഞ ദിവസം വരെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. കാരണം അവന് ഞങ്ങളോട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. എന്നാൽ ചിലർ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞു മനഃപൂർവ്വം ചെയ്തതാണ് കിച്ചു ചില വ്ളോഗർമാരോട് പറഞ്ഞുവെന്ന്. അവൻ അങ്ങനെയായിരുന്നുവോ എന്ന് അത് കേട്ടപ്പോൾ തോന്നിപ്പോയി എന്നാണ് രമ്യ പറയുന്നത്. ജോലി രാജിവെച്ചതിന് പിന്നാലെയാണ് സുധിനിലയത്തിലേക്ക് താമസം മാറിയതിന് പിന്നാലെയും കാര്യങ്ങളും രമ്യ ഒപ്പം തന്നെ വിശദീകരിക്കുന്നുണ്ട്. സുധിച്ചേട്ടന്റെ ചെലവിലാണ് ഞാനും എന്റെ കുടുംബവും കഴിഞ്ഞിരുന്നതെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് അറിയില്ല. ഞാനും ഭർത്താവും മക്കളും രേണുവും മകനും താമസിക്കുന്ന വീടിനോട് ചേർന്ന് മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്താണ് താമസിച്ചിരുന്നത്. പിന്നീട് ആ വീട്ടിൽ നിന്നും മാറി കുറച്ചുകൂടി ദൂരത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം കൂടിയപ്പോഴാണ് ദൂരത്തേക്ക് മാറി വീട് വെച്ച് എടുത്തു പോയത്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് മക്കളെ രേണുവിന്റെ വീട്ടിൽ കൊണ്ട് ആക്കുമായിരുന്നു. കാരണം ഞങ്ങളില്ലാത്തപ്പോൾ അമ്മയും പപ്പയും മക്കളെ നോക്കുന്നു ഉണ്ടാകുമല്ലോ. രേണുവിന് അസുഖം വന്ന ശേഷമാണ് ഞാൻ ജോലി രാജിവെച്ചതും അവളെ ശുശ്രൂഷിക്കുവാനായി സുധിനിലയത്തിൽ സ്ഥിര താമസിക്കാൻ തുടങ്ങിയതും. ക്യാൻസർ ബാധിതയായവർക്ക് ഇടയ്ക്കിടയ്ക്ക് വേദനയും അസ്വസ്ഥതകളും എല്ലാം തന്നെ ഉണ്ടാകും. ഇപ്പോഴത്തെ ഒരാൾ ഒപ്പം വേണം. ആദ്യം ഒരാളെ സഹായത്തിന് നിർത്താമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ രോഗിയുടെ എല്ലാ അവസ്ഥയും അത്രത്തോളം അടുപ്പമില്ലാത്തവർക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയണം എന്നില്ല. അതിനാലാണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് രേണുവിനെ പരിചരിക്കുവാൻ തുടങ്ങിയത് എന്നും സഹോദരി പറയുന്നുണ്ടായിരുന്നു. അതേസമയം അർബുദം ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന രേണു ഇപ്പോഴത്തെ തന്റെ അവസ്ഥയെക്കുറിച്ചും ചികിത്സയുടെ പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ചും എല്ലാം അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കുള്ള ക്യാൻസർ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. ഇനി സർജറി ഉണ്ട്. കൂടുതലായതുകൊണ്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യാതെ പറ്റുകയില്ല. ആദ്യം അവർ ബ്രസ്റ്റ് സേവ് ചെയ്യാൻ കഴിയും എന്നാണ് കരുതിയത്. പിന്നീട് അത് സാധിക്കില്ലെന്ന് മനസ്സിലായി. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം. എന്നിരുന്നാലും സാഹചര്യം മനസ്സിലാക്കുവാൻ ഡോക്ടർ പറഞ്ഞു തന്നിരുന്നു. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് സർജറികൾ ഒക്കെ ലഭ്യമാണല്ലോ. 3rd C സ്റ്റേജ് കഴിഞ്ഞു എനിക്കെന്നും രേണു പറയുന്നുണ്ട്. പിന്നീട് സഹോദരിയുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചത് രമ്യയായിരുന്നു. ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് കരുതിയിരുന്നില്ല. സർജറി കൂടി കഴിയുമ്പോൾ രേണു ഓക്കെ ആകും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഋതപ്പിന് രേണുവിന്റെ അസുഖം എന്താണെന്ന് ഒന്നും തന്നെ അറിയില്ല. അമ്മയ്ക്ക് വയ്യെന്ന് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ ടൂർ പോകുന്നത് ഇനി എന്നാണ്? ഡിസംബർ ആകുമ്പോഴേക്കും അമ്മ എഴുന്നേൽക്കുമോ എന്നൊക്കെയാണ് വന്ന് ചോദിക്കുന്നത്. രേണുവിന്റെ മുടി പോയത് അവന് അറിയാം. രേണുവിനെ ഒന്നും ചോദിച്ച് അവൻ വിഷമിപ്പിക്കാറില്ല. രേണുവിനെ ആക്രമിക്കുന്നവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഓരോന്നൊക്കെ. എന്ത് ചെയ്താലും അവർ അത് വളച്ചൊടിക്കുകയാണ്. രേണു നല്ലൊരു ഡ്രസ് ഇട്ടാൽ പോലും അങ്ങനെ പരിഹസിക്കുന്നവരുണ്ട്. കോളനിയിൽ കിടന്നവരാണ് എന്നൊക്കെയാണ് വിമർശിച്ച് പറയുന്നത്. ലക്ഷം വീട് കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചവർ തന്നെയാണ് ഞങ്ങൾ. അതുപോലെ സ്വന്തമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. ഇങ്ങനെ ജീവിച്ച ഞങ്ങളെ മെച്ചപ്പെടരുത് എന്നാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ കഴിയണം എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത്. എല്ലാവരുടെയും വായിൽ നിന്നും ചീത്ത കിട്ടിയിട്ടും മറ്റും രേണു സമ്പാദിച്ച പണം വെച്ചാണ് അവളുടെ അസുഖം ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. കീമോയ്ക്ക് കൊടുക്കുന്ന കാർബോപ്ലാറ്റിനം എന്ന മരുന്നാണ് ഇപ്പോൾ രേണുവിന് കൊടുക്കുന്നത് എന്നും രമ്യ പറയുന്നുണ്ട്.